കഴിഞ്ഞ മന്ത് ഏരിയ മാനേജർ അച്ചീവ് ചെയ്ത കുറച്ച് ആൾക്കാർ നമുക്ക് സ്റ്റേജിലേക്ക് ബ്രാൻഡ് ന്യൂ ഏരിയ മാനേജർ ലാസ്റ്റ് മന്ത് ജൂലൈ ഓഗസ്റ്റ് 2 മാസം ഉണ്ട്. ഐ വെൽക്കം അഗസ്റ്റിൻ സർ, മെഴ്സി മാഡം. ഒരുപാട് സീനിയർ മാനേജർമാരെയും മാനേജർമാരെയും ക്രിയേറ്റ് ചെയ്ത് ഏരിയ മാനേജറായിട്ടുള്ള കൃഷ്ണൻ നെല്ലൂർ. നല്ലൊരു കൈ കൊടുക്കാം. സൂപ്പർ, അടിപൊളി. കനകവല്ലി മേഡം. ഓക്കെ, സൂപ്പർ, അടിപൊളി. നല്ലൊരു കൈ കൊടുക്കാം എല്ലാവരും. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഇതുവരെയുള്ള പ്രോഗ്രാം? എം സി ഇത് മതിയോ? കൈയടി മതിയോ? നമ്മളെ കമ്പനി വിഷൻ ആൻഡ് മിഷൻ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. MD, ചെയർമാൻ, ഡയറക്ടേഴ്സ്, CMO, മെഡിക്കൽ ഓഫീസേഴ്സ്, കൺസൾട്ടന്റ്, സൂപ്പർ അല്ലേ? വെരി ഗുഡ്. നമ്മൾ എന്ത് തേടുന്നുവോ അത് നമ്മളെ തേടി വരും. ഞങ്ങളൊരു വിഷൻ, ഒരു മനുഷ്യനാണോ ഒരു ശരീരം ഉണ്ടാവുമല്ലോ, ശരീരം ഉണ്ടെങ്കിലോ അത് നിലനിൽക്കണ്ടേ? എന്ത് വേണം? ന്യൂട്രീഷൻ, ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ടെങ്കിലേ ശരീരം നിലനിൽക്കുള്ളൂ. ആ സത്യങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. അപ്പോഴ് ഇത് സാധാരണ മനുഷ്യന് ഒരു ഏത് പ്രസ്ഥാനവും വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അത് ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. അതിലെന്ത് വേണം? ഒന്നാമത് അവർക്ക് ആരോഗ്യം, രണ്ടാമത് അതവർക്ക് വാങ്ങാനുള്ള, നാം കൊടുക്കുമെന്നാലും വിക്രയ ശേഷി വേണം, വാങ്ങാനുള്ള കഴിവ് വേണം. അത് രണ്ടും ഒത്തുചേരുന്ന ഒരു ഫീൽഡാണ് ഏത്? പേസസ്. കൈയടിച്ചോളൂ. താങ്ക് യു. സമയപരിമിതി കൊണ്ടാണ് നിർത്തുന്നു. നന്ദി. ഇത് ഇന്ന് എനിക്ക് സാധിച്ചെങ്കിൽ നാളെ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കും. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് EP മേഴ്സി, വയസ്സ് 57. കയ്യടി തന്നോളൂ കേട്ടോ. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 36 വർഷം സുത്യർഹമായ സേവനത്തിന് ശേഷം 2024 മെയിൽ RDO ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഞാൻ ഈ ചേംബർ ഓഫ് കൊമേഴ്സിൽ ഒരുപാട് പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കണ്ണൂർ ADM എന്നുള്ള നിലയിൽ എന്നെ ഈ സ്റ്റേജിലേക്ക് ഒരുപാട് തവണ എന്നെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഹാള് വളരെയധികം സുപരിചിതമാണ്. അപ്പം ഞാൻ വെൽനസ് ഫീൽഡിൽ ഇവിടെ ADM ആയിരുന്ന സമയത്താണ് ഇവിടെ വെൽനസ് ഫീൽഡിലേക്ക് വന്നത്. 4.25 വർഷമായി. എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ പിന്നീട് കാണിക്കാം. 21 കിലോ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ട് നല്ല ഒരു ഹെൽത്ത് റിസൾട്ട് എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് മുൻപ് വരെ വേറൊരു വെൽനസ് ഫീൽഡിലായിരുന്നു. അവിടെ നിന്ന് ഈ പേസസിന്റെ സാധ്യതകൾ മനസ്സിലാക്കി പേസസ് വെൽനസ് എന്തിനു വേണ്ടിയാണെന്നുള്ള അതിന്റെ ക്വാളിറ്റി നേരത്തെ നമ്മുടെ ഡോക്ടേഴ്സും അതുപോലെ MDയും വളരെ വിശദമായി തന്നെ ക്വാളിറ്റിയെ കുറിച്ചും അതിൻ്റെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട എന്തൊക്കെ വേണം എന്നുള്ളത് വളരെ അഫോർഡബിൾ റേറ്റിൽ
ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളത് ഞങ്ങളൊരു 3-4 തവണ പേസസിന്റെ ഓഫീസിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ പൂർണ്ണമായും ഉള്ളിലേക്ക് എടുത്തു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ടീമോട് കൂടി ഈ പേസസ് വെൽനെസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കൂടെ ഇപ്പൊ 16 മാനേജേഴ്സ്, ഞങ്ങളുടെ താഴെ 16 മാനേജേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് സീനിയർ മാനേജേഴ്സും, അതുപോലെ എനിക്ക് തോന്നുന്നത് ഒരു 10-15 ടീം ലീഡേഴ്സും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ആ ടീമിന്റെ വളർച്ചയാണ് ഞങ്ങളെ ഇവിടെ സ്റ്റേജിൽ ഇപ്പൊ എന്നെ സംസാരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വളരെ നന്ദിയുണ്ട് സാറിനെ നേരത്തെ അറിയാം. ഞാൻ ഈ കോവിഡിന്റെ സമയത്ത്, കോവിഡ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെയും വെയ്ക്ക് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ കണ്ണൂരുകാരെയും വയനാട്ടിനെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ എല്ലാ വെഞ്ചേഴ്സ് നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ പേസസ് ലോകമെങ്ങും എത്തട്ടെ എന്ന്, അത് ഇന്നത്തെ വെൽനസ് സെമിനാറോട് തുടക്കമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കനകവല്ലി. എനിക്ക് ഈ അവസരം തന്നത് കൃഷ്ണൻ സാറാണ്. 1 വർഷമായി ഞാൻ ഈ പേസസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഞാനിത് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും വാങ്ങി കഴിക്കാൻ പറ്റിയ വിലയേ ഉള്ളൂ. അതുമാത്രമല്ല, കഴിച്ചാൽ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. എൻ്റെ ടീമിൽ ഒരുപാട് ആൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ടീമിൽ മാത്രമല്ല, ഇപ്പം എല്ലാവരും പറയാൻ തുടങ്ങി, നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പോൾ മറ്റ് പല രോഗങ്ങളും വന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചവർക്കും ഈ പ്രൊഡക്റ്റിനെ കൊണ്ട് തന്നെ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. എല്ലാവരെയും എൻ്റെ കൂടെ കൂട്ടാൻ തുടങ്ങി. അവർക്കെല്ലാം റിസൾട്ട് ഉണ്ടാക്കി അവർക്ക് വരുമാനവും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്, എനിക്ക് ഈ ഒരു വഴി കാണിച്ചു തന്ന കൃഷ്ണൻ സാറിനോട് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മാനേജ്മെന്റിനോടും എൻ്റെ കൂടെ ഞാൻ പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി കൂടെ നിന്ന എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ ഡോക്ടേഴ്സിനും ആര് വന്നാലും എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്ന ഓഫീസ് സ്റ്റാഫിനോടും എല്ലാവരോടും ഞാൻ ഈ അവസരം നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ചോദ്യം, എത്ര വയസ്സ്? 66 വയസ്സ്. ഓക്കെ, 66 വയസ്സുള്ള കനകവല്ലി മേഡത്തിന് പറ്റുമെങ്കിൽ നമുക്ക് ആർക്ക് പറ്റാത്ത പറ്റുമോ? ചലഞ്ച് ചെയ്തിട്ടെടുക്കണം നമ്മൾ ഓരോരുത്തരും. താങ്ക് യു കനകവല്ലി മേഡം. കൃഷ്ണ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഉറങ്ങിയോ? ഒരു കയ്യടിയില്ല, പാട്ട് DJ ഒന്നും കൊടുക്കുന്നതാണെന്നില്ല. എന്താ പറ്റി? എന്നെ ഏൽപ്പിച്ച പണിയാണ്, എൻ്റെ പേര് കളയരുത് കേട്ടോ. ഏതായാലും നമ്മളിവിടെ ആരോഗ്യത്തെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയണ്ട അല്ലേ? നിങ്ങൾ കണ്ടു, കുറച്ച് റിസൾട്ടുകൾ കണ്ടു. അല്ലാതെ തന്നെ എല്ലാവർക്കും ആരോഗ്യം വേണോ? വേണം അല്ലേ? നമ്മൾ നേരത്തെ ഇവിടെ ഒരു മാജിക് കണ്ടില്ലേ? ആ മജീഷ്യൻ ആ സ്റ്റൂളിന്റെ പുറകെ ഓടേണ്ടി വന്നു അല്ലേ? അങ്ങനെയാണ് ഉണ്ടായത് അല്ലേ? സ്റ്റൂള് അതേ ആ തുണി പിടിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടില്ലേ? അതുപോലെ നിങ്ങൾ ഈ പേസസ് ശരിയായ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് വർഷങ്ങൾ കഴിയണം. കുറച്ച് വർഷങ്ങൾ കഴിയട്ടെ, ഇവിടുത്തെ ഈ പറഞ്ഞ കണക്കിനൊക്കെ 3 മാസം 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആരോഗ്യം വളരെ നല്ലതായിരിക്കും. അഥവാ നിങ്ങളുടെ ആരോഗ്യം അതുപോലെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ, ഇപ്പൊ മജീഷ്യനെ കൊണ്ട് ആ സ്റ്റൂൾ ഓടിച്ചില്ല, അതുപോലെ നിങ്ങൾ പല വഴിക്ക് ഓടും. നിങ്ങൾ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഓടും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളുടെ ആരോഗ്യം നല്ലതായിട്ട് നിങ്ങളെ പോക്കറ്റിലേക്ക്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഇങ്ങോട്ട് ഓടി വരും. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന എല്ലാ ഓട്ടവും നിർത്തിയിട്ട് പേസസ് വെൽനസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നിറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആശുപത്രികളിലേക്കുള്ള ഓട്ടം തന്നെ നിൽക്കും. ഓക്കെ, എല്ലാവർക്കും ആരോഗ്യവും വരുമാനവും സാമ്പത്തികമായിട്ടുമല്ല ഇതിവിടെ പറഞ്ഞ ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ ഈ ഏരിയ മാനേജർ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു റാങ്ക് ആണ് അല്ലേ? നിലവിൽ നമ്മൾ ഇപ്പൊ പുതിയതായിട്ടുള്ള ബ്രാൻഡ് ന്യൂ ഏരിയ മാനേജർ കണ്ടത്. പക്ഷെ കമ്പനിയിൽ രണ്ട് പേരും തന്നെ ഓൾറെഡി ഏരിയ മാനേജർ ആക്കണം. ഞാൻ അവരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മിസ്റ്റർ ഷിഹാബുദ്ദീൻ ആൻഡ് ഹാഷിം, പ്ലീസ് വെൽക്കം. ഹലോ, ലഞ്ച് ടൈമിന്റെ
ഈ ഒരു സിറ്റുവേഷനിലാണല്ലോ അല്ലേ? ആകെ 2 മിനിറ്റ് ആയിരിക്കും. സമയം കിട്ടിയാൽ പരമാവധി യൂസ് ചെയ്യുമെന്ന് സാറിനറിയാം. അതുകൊണ്ട് എന്നോട് ഒരു 2 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കുക. ഒന്നുമില്ല, വിജയിക്കണമെങ്കിൽ ഒരു മെത്തേഡ് കീപ്പ് ചെയ്യണം. പഠിക്കുക, പഠിപ്പിക്കാൻ പഠിക്കുക, അല്ലേ? പഠിപ്പിക്കണം, പഠിക്കുക. നമ്മളെന്താക്കണം? പഠിപ്പിക്കാനും പഠിപ്പിക്കണം. അതൊന്ന് പഠിക്കണം. അതൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഗതി. അതായത് കുറച്ച് നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ പേര് ഞാൻ പറയാം, ഷിഹാബുദ്ദീൻ. കമ്പനിയുടെ സ്റ്റാർട്ടിങ് മുതലുള്ള ലീഡേഴ്സിൽ പെട്ട ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഏരിയ മാനേജർ റാങ്ക് കഴിഞ്ഞ് റീജിയണൽ മാനേജറിലേക്ക് പോകുന്നു. എല്ലാവർക്കും എനിക്കൊരു എന്തെല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ടൈം കയറുന്നില്ല. ഈ ടൈമിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് ലീഡേഴ്സിന്റെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ല, വാല്യൂബിൾ ആണ്. ടൈം ഈസ് വാല്യൂബിൾ ആണ്. അതിന്റെ വാല്യൂ എനിക്ക് ഇപ്പം മനസ്സിലാക്കി തരുന്നത് MD സാറും മാനേജ്മെന്റും ആണ്. 2 മിനിറ്റ് പേര് പറയാൻ തന്നെ 1 മിനിറ്റ് വേണം. എല്ലാവരും അവരവരുടെ സമയത്തിന് വാല്യൂ കൽപ്പിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. ഞാൻ ഇപ്പൊ സാറിനോട് 2 മിനിറ്റ് ചോദിച്ചു പറയാം, ഒരു ബുക്ക് ലോഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട്. സാറേ വിത്ത് പെർമിഷൻ ബുക്കിൽ ഇത് കാണിക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, കമ്പനിയിലുള്ള ഇപ്പോഴുള്ള പോസ്റ്റർ ഫുൾ ഇംഗ്ലീഷാണ്. അതിന്റെ കൂടെ മലയാളവും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ നെഞ്ചോട് ചേർത്താൽ നിങ്ങൾക്ക് നിങ്ങളതായ ഓരോ പ്ലാനുകൾ വരും. അതിലൊരു പ്ലാന് എൻ്റെ സുഹൃത്ത് അനിൽ സാറിന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. മലയാളവും ഇംഗ്ലീഷും അത് ഒരുപാട് ഇതുപോലുള്ള ഭാഷകളിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് തർജ്ജമ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. ആവശ്യക്കാർ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു. സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കോസ് എല്ലാവരും വിശപ്പിൻ്റെ ആ മുഖം കാണുമ്പോൾ എനിക്കറിയാം. ഈ പേസസിൽ സ്റ്റാർട്ടിങ് മുതലുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ട്രഡീഷണൽ മാർക്കറ്റിംഗ് മുതൽ ഈ പേസസിലുണ്ട്. പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട്, ഒന്നും പറയുന്നില്ല. സലാം സാർ എന്നോട് പറഞ്ഞു കാര്യമായിട്ടൊന്നും പറയണ്ട, കാരണം വിശപ്പാണ് പ്രശ്നം, അല്ലേ? മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്നാണ് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ പേസസിൽ നിലനിർത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ കുറച്ച് എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ 1988 മുതൽ രംഗത്തുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ. പക്ഷെ ഇന്ന് നമ്മൾ നിലവിൽ ഇന്ത്യ രാജ്യത്തുള്ള വിദേശ കമ്പനികളായാലും സ്വദേശ കമ്പനികളായാലും നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാം തികഞ്ഞ ഒരു കമ്പനിയെ കാണാൻ പറ്റില്ല. മാനേജ്മെന്റ് ഓക്കെയാണ്, പക്ഷെ പ്ലാൻ പോരാ. പ്രൊഡക്റ്റ് ഓക്കെയാണ്, മാനേജ്മെന്റ് പോരാ. ഇനി പ്ലാനും പ്രോഡക്റ്റും ഓക്കെയാണ്, മാനേജ്മെന്റ് പോരാ. ഇങ്ങനെയുള്ള കമ്പനികളാണ് 99.9% ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഓരോ കമ്പനി എടുത്ത് പരിശോധിച്ചാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇല്ല. വളരെ സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉള്ള കമ്പനികളുണ്ട്, പക്ഷേ പ്ലാൻ പോരാ. എത്ര പണിയെടുത്താലും നമ്മൾക്ക് ഒന്ന് നിവർന്നു നിൽക്കാൻ പറ്റില്ല. ഇത് സൂപ്പർ പ്ലാനാണ്, പക്ഷേ പ്രോഡക്റ്റ് ഒന്നിനും കൊള്ളില്ല. നമ്മൾ എങ്ങനെ ജനങ്ങളെ സമീപിക്കും? ഇത് രണ്ടും ഓക്കെയാണ്. നമ്മളൊന്ന് ഉഷാറായി വരുമ്പോഴത്തേക്ക് ആ മാനേജ്മെന്റ് അവിടെ കാണില്ല, കമ്പനി കൂട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ വെയ്ക്ക് എന്ന് പറയുന്ന വലിയൊരു താപ്പാന്റെ കീഴിൽ ഒരുപാട് വർഷക്കാലം പല കമ്പനികളിലും എക്സ്പീരിയൻസ് ഉള്ള, എനിക്ക് നേരിട്ടറിയുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ഡയറക്ടേഴ്സ് നയിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ശക്തമായ
ഒരു സപ്പോർട്ടുള്ള അവരെ നയിക്കുന്ന ഒരു കമ്പനിയാണ് പേസസ്. ഇതാണ് എൻറ്റയർലി ഡിഫറെന്റ് ഓഫ് അതർ കമ്പനീസ്. ഇനിയോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ല, അതിന്റെ മെറിറ്റ് പറയാൻ വേണ്ടി അസ്താശാന്തി എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി രാവിലെ വൈകുന്നേരം വരെ സലാം സാർ ക്ലാസ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റ് ചെറിയ പൈസക്ക് നമ്മളെ സാധാരണക്കാരായ ആളുകൾക്ക് കൊടുക്കുകയും അങ്ങനെ വാങ്ങിക്കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഫൈനാൻഷ്യൽ ഫ്രീഡം തരുന്ന 100% മാർക്ക് മാനേജ്മെന്റൊക്കെ പ്രോഡക്റ്റൊക്കെ പ്ലാനൊക്കെ അങ്ങനെയുള്ള ഏക കമ്പനി ഇന്ത്യ രാജ്യത്തെ പേസസ് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചത് അതാണ്. ഇനി നമ്മൾക്കുള്ള ഭാഗ്യം ഈ വെൽനസ് സെമിനാർ ആദ്യമായി ഇവിടെ സംഘടിപ്പിക്കുകയാണ് എന്ന് കണ്ടക്ട് ചെയ്യുന്ന ആൾ പറഞ്ഞു അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും ദ പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, ദ ബാക്ക് ബോൺ ഓഫ് MLM, അതാണ് അതിന്റെ നട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും ആ പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ 10,000-കണക്കിന് ആളുകളുടെ സ്റ്റേജിൽ ഒരു അകമ്പടിയോടുകൂടി കയറി വരേണ്ട ദ പില്ലേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും. ഈ പേസസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യ രാജ്യത്ത് സലാം സാർ നേരത്തെ പറഞ്ഞു 140 കോടി ജനങ്ങൾ. എന്നാൽ 140 കോടി ജനങ്ങളല്ല, വേൾഡില് 650 കോടി ജനങ്ങൾക്കും ഈ പേസസിലൂടെ മാറാൻ പറ്റും. അവരെല്ലാ ജീവിത രീതി മാറാൻ പറ്റും. ലക്ഷക്കണക്കിന് ആളുകളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന 2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഏക കമ്പനി ഇന്ത്യ രാജ്യത്തെ പേസസ് മാത്രമാണ്. അങ്ങനെ ആയി തീരട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും അതിന്റെ പില്ലേഴ്സ് ആണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നൊരു അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും വിജയാശംസ നേർന്നു. അതിന് നമ്മൾ വിശ്വസിക്കുന്ന ശക്തി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thank you, sir. Thank you so much. Photo session. Photo session.